എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾക്കായി ജൂലൈ 1 തായ്ലാൻഡിലേക്ക് പോകുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ 4 വിദേശ താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങളുടെ സ്ക്വാഡിൽ 4 വിദേശ താരങ്ങളെ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കോൾ ഇന്ത്യ ഇന്നലെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. കൂടാതെ ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സദോയി, അതുപോലെ തന്നെ മിലോസ് ട്രിൻസിച്ച്, ക്വാമെ പെപ്രെ എന്നീ താരങ്ങൾ മാത്രമാണ് തായ്ലാൻഡിലേക്ക് ബ്ലാസ്റ്റേഴ്സുമായി ട്രാവൽ ചെയ്യുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളെല്ലാവരും തുടരുമെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് തന്നെയാലും ഈ 4 വിദേശ താരങ്ങളാണ് ഇപ്പോൾ തുടരും എന്ന് ഉറപ്പുള്ള താരങ്ങൾ. കൂടാതെ നോവാ സദോയുടെ സൈനിങ് അതിനു മുമ്പായി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. ഇന്നോ നാളെയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നോവാ സദോയുടെ കളി നമുക്ക് പ്രീ സീസണിൽ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ജസ്റ്റിൻ ഇമ്മാനുവൽ കാണും എന്നുള്ളൊരു സൂചനയും വരുന്നുണ്ട്. അത് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും ജസ്റ്റിൻ ഇമ്മാനുവൽ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും ഈ 4 താരങ്ങൾ കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈവ് നമുക്ക് മത്സരങ്ങളായി കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഈ മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കുമെന്നും കോൾ ഇന്ത്യ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.